Okay, welcome to another video lesson. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന്റെ ഡയറക്റ്റ് മെത്തേഡാണ്. ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിനെ മൂന്നായി തരംതിരിച്ചു. നമ്മൾ എന്തൊക്കെയായിരുന്നു? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, ഫിനാൻസിങ് ആക്ടിവിറ്റി, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്ന രീതിയിൽ തരംതിരിച്ചു. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാൻ രണ്ട് മെത്തേഡുകളാണ് ഉള്ളത്. ഒന്ന് ഡയറക്റ്റ് മെത്തേഡ് ഉണ്ട്, മറ്റൊന്ന് ഇൻഡയറക്റ്റ് മെത്തേഡ് ഉണ്ട്. തിയറി ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ദെൻ നമ്മൾ ഇന്ന് ഡയറക്റ്റ് മെത്തേഡിൽ എങ്ങനെയാണ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതിലേക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ ഒരു 50 to 60% ഭാഗവും ഇത് തന്നെയാണ്, ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയാണ്. ഒരു കമ്പനിയുടെ ക്യാഷ് ഫ്ലോ വരുന്നത് ഏറ്റവും കൂടുതൽ എവിടെ നിന്നാണ്? ഈ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ നിന്നാണ്. സോ എങ്ങനെയാണ് ഡയറക്റ്റ് മെത്തേഡിൽ ഒരു പ്രോബ്ലം നമുക്ക് ഡിസ്കസ് ചെയ്യാം, ഒന്ന് നോക്കാം. ദെൻ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ ക്യാഷ് റിസീപ്റ്റിൽ നിന്നും ക്യാഷ് പേയ്മെന്റ് നമ്മൾ മൈനസ് ചെയ്യുന്ന സിസ്റ്റമാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. എല്ലാ ക്യാഷ് റെസിപ്റ്റിൽ നമുക്ക് വരുന്ന ക്യാഷിൽ നിന്ന് നമുക്ക് നഷ്ടപ്പെടുന്ന ക്യാഷിനെ മൈനസ് ചെയ്താൽ അവിടെ നമുക്ക് കിട്ടുന്ന നെറ്റ് ക്യാഷ് ഫ്രം ഓർ യൂസ്ഡ് ഇൻ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ക്യാഷ് റെസിപ്റ്റ് ഫ്രം കസ്റ്റമേഴ്സ്, നമ്മൾക്ക് ക്യാഷ് കിട്ടി അല്ലെങ്കിൽ ഡെപ്റ്റേഴ്സിൽ നിന്ന് നമുക്ക് പൈസ കിട്ടി. ക്യാഷിന് സാധനം വിറ്റു, ക്യാഷ് സെയിൽ എന്ന് പറയുന്നത് ക്യാഷിന് സാധനം വിറ്റു. കമ്മീഷൻസ് അല്ലെങ്കിൽ ഫീസ് റിസീവ് ചെയ്യുക, റോയൽറ്റീസ് റിസീവ് ചെയ്യുക, ഇത്രയും കാര്യങ്ങളാണ് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഇൻടേക്ക് അല്ലെങ്കിൽ ക്യാഷിന്റെ ഇൻഫ്ലോ എന്ന് പറയുന്നത്. ദെൻ ക്യാഷ് ഔട്ട്ഫ്ലോ ആവുന്നത് എങ്ങനെയൊക്കെയെന്ന് നോക്കാം. അതാണ് ഇതൊക്കെ പോസിറ്റീവ് ഫിഗർ ആണ്. നെഗറ്റീവ് ഫിഗർ ആണെങ്കിൽ നമ്മൾ ഇതിലുണ്ടാവും വേർ പുട്ട് ഇൻ എ ബ്രാക്കറ്റ്. സോ ക്യാഷ് പേയ്മെന്റ് ടു സപ്ലയേഴ്സ് ആൻഡ് എംപ്ലോയീസ്, നമ്മൾ എംപ്ലോയീസിന് എന്ത് ചെയ്തു? പൈസ കൊടുക്കുക, അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സിന് പൈസ കൊടുക്കുക. ക്യാഷ് പർച്ചേസ് നടന്നു, അഥവാ നമ്മൾ സാധനങ്ങൾ എന്ത് ചെയ്തു? വാങ്ങിച്ചു, അതിന് നമ്മൾ എന്ത് കൊടുത്തു? ക്യാഷ് കൊടുത്തു. ടാക്സേഷൻ പെയ്ഡ്, നമ്മൾ ടാക്സേഷൻ അഥവാ ടാക്സ് കൊടുത്തിട്ടുണ്ട്, ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ലൈക്ക് ഓവർഹെഡ് എക്സ്പെൻസ്, ഓവർഹെഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് ആവാം, ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ആവാം, അങ്ങനെയുള്ള ഓവർഹെഡ് എക്സ്പെൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കൊടുത്തിട്ടുണ്ട്. വേജസ് കൊടുത്തിട്ടുണ്ട്. തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ അഥവാ ക്യാഷ് പേയ്മെന്റ് ടു എംപ്ലോയീസ്, അത് ഏതായിരിക്കാം? വേജ് ആവാം, സാലറി ആവാം, തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് എന്ത് കൊടുക്കേണ്ടി വന്നേക്കാം? പൈസ കൊടുക്കേണ്ടി വന്നേക്കാം. സോ ഏതൊക്കെ മെത്തേഡിലാണോ നമ്മൾ ഓഫീസ് എക്സ്പെൻസ്, ഓവർഹെഡ് എന്ന് പറയുന്നത് ഓഫീസ് എക്സ്പെൻസ് ഒക്കെയാണ്. സോ ഓഫീസ് എക്സ്പെൻസ് പേയ്മെന്റ് കൊടുത്തിട്ടുണ്ടാവാം. അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് എമൗണ്ട് ചെലവ് വന്നിട്ടുണ്ടാവാം. So that is called payment to employees, cash payment to suppliers or employees എന്ന് പറയുന്നത്. സോ ഇത്രയാണ് ഏതെന്ന് പറയുന്നത് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഇവിടെ പോസിറ്റീവ് ഫിഗർ ആണെങ്കിൽ നെറ്റ് ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്നും, നമുക്ക് കിട്ടുന്നത് നെഗറ്റീവ് ഫിഗർ ആണെങ്കിൽ നെറ്റ് ക്യാഷ് യൂസ്ഡ് ഇൻ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്നും കൂടെയാണ് പറയാറ്. സോ ഇവിടെ നമുക്ക് ഈ പോസിറ്റീവ് ഫിഗറിൽ നിന്ന് ഈ നെഗറ്റീവ് ഫിഗർ നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ആ നെഗറ്റീവ് ഫിഗർ നമുക്ക് ഇവിടെ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ എന്തെന്ന് പറയാ? നെറ്റ് ക്യാഷ് യൂസ്ഡ് ഇൻ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്നാണ് പറയാ. മറ്റത് പോസിറ്റീവ് ഫിഗർ ആണെങ്കിൽ നെറ്റ് ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്നാണ് പറയുക. സോ ഇത്രയാണ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ഡയറക്റ്റ് മെത്തേഡിൽ അതിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. നമ്മൾ നേരെ ഒരു പ്രോബ്ലത്തിലേക്ക് കടക്കുന്നു. From the following information, calculate the cash flow from operating activities under direct method. Balance carried down under cash sales, trade receivables, commissions, debit side നിങ്ങൾ നോക്കുക, sale of investment, loan from bank, interest and investment. ഈ ട്രേഡ് നമുക്ക് ഓരോന്നായിട്ട് ബാലൻസ് ക്യാരി ഡൗൺ നമ്മൾ ഇതിലെടുക്കില്ല, ഈ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ എടുക്കില്ല. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ എടുക്കുന്ന കാര്യങ്ങളാണ് ക്യാഷ് സെയിൽസ്. ഒരു ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയാണ്. ഞാനിവിടെ ഓപ്പറേറ്റിംഗ് OP എന്ന് എഴുതുന്നു. ട്രേഡ് റിസീവബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇവരെ കയ്യിൽ നിന്ന് അക്കൗണ്ട്സ് റിസീവബിൾ ആണ്, അവ ഡെപ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് പൈസ കിട്ടിയിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് കോൾഡ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്.
നെക്സ്റ്റ് വൺ ഇവിടെ നിങ്ങൾ നോക്കുക, ഡെബിറ്റ് സൈഡിൽ കമ്മീഷൻസ് എന്ന് പറഞ്ഞാൽ കമ്മീഷൻ റിസീവ്ഡ് എന്നാണ്. സോ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ആണ്. സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഏത് ആക്ടിവിറ്റി അല്ല? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി അല്ല. ദെൻ നെക്സ്റ്റ് വൺ ആണ് ഏതാ? ലോൺ ഫ്രം ബാങ്ക്. ബാങ്കിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? ലോൺ എടുത്തു. ഇറ്റ് ഇസ് നോട്ട് ആൻ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. ഇൻട്രസ്റ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് റിസീവ്ഡ്, അതും എന്തല്ല? ഒരു ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി അല്ല, അത് ഫിനാൻസിങ് ആക്ടിവിറ്റി ആണ്. ഏതെന്ന് പറയുന്നത് ഈ ഇൻട്രസ്റ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടുക, അല്ലെങ്കിൽ ഒരു നമുക്ക് ഒരു ഫിനാൻസിങ് ആക്ടിവിറ്റി ആയിട്ട് മാറുകയും ചെയ്യും. സോ നിങ്ങൾ ഇവിടെ നോക്കി നോക്കുക, സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് നമുക്കറിയാം ഒരു ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ആണ്. ദെൻ ലോൺ ഫ്രം ബാങ്ക് ഒരു ഫിനാൻസിങ് ആക്ടിവിറ്റി ആണ്. അങ്ങനെ അവിടെ കഴിഞ്ഞു. ദെൻ ക്യാഷ് പർച്ചേസ് നിങ്ങൾക്ക് കാണാം, ദെൻ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. ട്രേഡ് പേയബിൾ ഏത് തന്നെയാണ്? പേയ്മെന്റ് ടു ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞ സംഭവമാണ് ഏതാ? ഈ ട്രേഡ് പേയബിൾ. അതൊരു മറ്റൊരു പേരിൽ അറിയപ്പെടും. അഥവാ ഇത് ക്രെഡിറ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഓഫീസ് എക്സ്പെൻസ് ഇവിടെ നിങ്ങൾക്ക് കാണാം, അതൊരു എന്ത് എക്സ്പെൻസ് തന്നെയാണ്? ഒരു ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ആണ്. ഇൻകം ടാക്സ് നിങ്ങൾ കാണാം, ടാക്സ് എക്സ്പെൻസ് ഒരു എന്ത് ആക്ടിവിറ്റി ആണ്? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ആണ്. നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് മെയ്ഡ് ചെയ്തിട്ടുണ്ട്, അതൊരു ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ആണ്. റീപേയ്മെന്റ് ഓഫ് ലോൺ നമ്മൾ എന്ത് ചെയ്തു? ലോൺ തിരിച്ചടച്ചിട്ടുണ്ട് നമ്മൾ, അത് എന്തൊരു ആക്ടിവിറ്റി ആണ്? അവിടെ ഒരു ഫിനാൻസിങ് ആക്ടിവിറ്റി ആണ്. അതിന്റെ റീപേയ്മെന്റ് ഓഫ് ലോൺ, ഇൻട്രസ്റ്റ് ഓൺ ലോൺ ആൻഡ് ബാലൻസ്. സോ ഇത്രയുമാണ് ഇതിൽ ഒരു പോസിറ്റീവ് ഫിഗർ ആയിട്ട് 1, 2, 3. ക്യാഷ് സെയിൽ, ട്രേഡ് റിസീവബിൾ, കമ്മീഷൻസ്. ആ എമൗണ്ടിൽ നിന്ന് ക്രെഡിറ്റ് സൈഡിലുള്ള ക്യാഷ് പർച്ചേസ്, ട്രേഡ് പേയബിൾസ്, ഓഫീസ് എക്സ്പെൻസ്, ഇൻകം ടാക്സ് എന്നിവ കുറച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഫ്രം എന്ന് പറയും, അല്ലെങ്കിൽ യൂസ്ഡ് എന്ന് പറയും. സോ നമ്മൾ പ്രോബ്ലത്തിലേക്ക് കടക്കുന്നു. ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. നമ്മുടെ പ്രോബ്ലത്തിൽ ക്യാഷ് സെയിൽസ് 1,40,000. ട്രേഡ് റിസീവബിൾസ് എത്രയായിരുന്നു? 1,75,000. ദെൻ കമ്മീഷൻ റിസീവ്ഡ് എത്രയാണ്? 50,000. സോ ടോട്ടൽ എത്ര വരുന്നു? 3,65,000. പോസിറ്റീവ് ഫിഗർ. നെക്സ്റ്റ് വൺ, ലെസ് ക്യാഷ് പേയ്മെന്റ്സ്. ഇതിനൊക്കെ നമുക്ക് എന്ന് പറയാം ഇന്നർ കോളം ഇട്ടത് കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യാത്തത്? ഓരോന്നിനും നെഗറ്റീവ് ബ്രാക്കറ്റിൽ ഇടാത്തത്. ക്യാഷ് പർച്ചേസ് ഉണ്ട് അല്ലേ? ക്രെഡിറ്റ് സൈഡില് ക്യാഷ് പർച്ചേസ് ഉണ്ട്, ട്രേഡ് പേയബിൾസ് ഉണ്ട്, ദെൻ ഓഫീസ് എക്സ്പെൻസ് ഉണ്ട്, ദെൻ ഏതുണ്ട്? ടാക്സ്, ഇൻകം ടാക്സ് ഉണ്ട്. സോ ഇവിടെ നോക്കുക, ക്യാഷ് പർച്ചേസ്, ട്രേഡ് പേയബിൾസ്, ഓഫീസ് എക്സ്പെൻസ്, ഇൻകം ടാക്സ്. സോ ടോട്ടൽ എത്ര വരുന്നു? 3,82,000. 3,82,000 ഏത് ഫിഗർ ആണ്? നെഗറ്റീവ് ഫിഗർ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം റെസിപ്റ്റിനേക്കാൾ കൂടുതലാണ് ഇതെന്ന് പറയുന്നത് പേയ്മെന്റ് എന്ന് പറയുന്നത്. സോ നമ്മൾ ആൻസർ എന്ത് എഴുതുന്നു? നെറ്റ് ക്യാഷ് യൂസ്ഡ് ഇൻ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. സോ മനസ്സിലായിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ലത്.